നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഷെയ്ക്കാൻഡ് കൊടുക്കാനും വേണ്ടി മഹത്തായ കാര്യങ്ങളൊന്നും ഇവള് ചെയ്തിട്ടില്ല. ഇത് ഇവളുടെ ഉത്തരവാദിത്വമല്ലേ? വാങ്ങിക്കുന്ന ശമ്പളത്തിന് കൂറ് കാണിച്ചു. അങ്ങനെ കരുതിയാ മതി. നോക്ക് നിർമ്മലെ, ഇവനൊക്കെ ഇതിന്റെ പേരിൽ നിന്നെ പുകഴ്ത്തുമായിരിക്കും. അതൊന്നും കേട്ട് ഇവിടെ അങ്ങോട്ട് ഞെളിഞ്ഞിരിക്കാന്നൊന്നും വിചാരിക്കണ്ട, കേട്ടല്ലോ? പോകാൻ നോക്ക്. എന്താ പാറു ഇത്? പാറു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിർമ്മലാമ്മയെ പേടിപ്പിക്കുകയാണോ? നിർമ്മലാമ്മേ, പാറു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സത്യം പാറുവിനും അറിയാം. നിർമ്മലാമ്മ കൃത്യസമയത്ത് നിധിയെ കാര്യങ്ങൾ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷം ഞാൻ ജയിലിൽ കിടന്നേനെ. ഒരുപാട് നന്ദിയുണ്ട്. അതിനെന്തിനാ നന്ദി പറയുന്നേ? പാർവതി പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് എന്റെ കടമ മാത്ര. ഞാൻ അമ്മയെ പോലെയാണെന്ന് ഗൗതം പറയാറില്ലേ? അപ്പോ ഒരമ്മയുടെ കടമയല്ലേ മകനെ സംരക്ഷിക്കാന്ന് പറയുന്നത്? ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് എപ്പോൾ അപകടം പറ്റിയാലും അവിടെയെല്ലാം എന്റെ രക്ഷയ്ക്കായിട്ട് നിർമ്മലാമ്മ എത്തും. അറിയില്ല, നമ്മുടെ കാഴ്ചയ്ക്കപ്പുറമുള്ള ഏതോ ബന്ധം നിർമ്മലാമ്മയും ഞാനും തമ്മിലുണ്ടെന്ന് തോന്നുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ നിർമ്മലാമ്മയുടെ മോനെ പോലെ തന്നെയാണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഞാനായിരുന്നു സ്വന്തം മോനെങ്കിലോ? അപ്പോ എന്നെ എത്രമാത്രം സ്നേഹിച്ചേനെ. സത്യം പറഞ്ഞ നിർമ്മലാമ്മയുടെ മോൻ ഒട്ടും ഭാഗ്യമില്ലാത്തവനാ. ഈ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ അവന് യോഗമില്ലാതായി പോയല്ലോ.